ആരായിരിക്കും ഉണ്ണിമൂന്തന്റെ മനസ്സിലുള്ള ആ നായിക ആരാണ്? ഫ്രണ്ട്. ഓക്കെ, ഫ്രണ്ട് ആണേ. നമ്മൾ വെറുതെ ഒന്നും ആഗ്രഹിക്കരുത്. ഫ്രണ്ട് ഉള്ളേ. കൂടെ അഭിനയിച്ച നായിക അല്ലേ? കൂടെ അഭിനയിച്ച നായിക സാധ്യതയുള്ള കൂടെ അഭിനയിച്ച നായിക രണ്ടുപേരുണ്ട് എനിക്ക്. ഞാൻ പറയില്ല. ഒരു 5 രൂപ 5 രൂപ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യോ? ഓക്കെ, അല്ല അത് പേടിക്കല്ലേ. 5 rupees. ഓക്കെ, ഡൺ. ഒരു മിനിറ്റ് ഒന്നുകൂടി പറഞ്ഞ പൈസ അയക്കോ? ആരാത്? അയക്കാന്ന് കേട്ടു. ഒരു പെൺകുട്ടിയാന്ന് മനസ്സിലായി. അന്ന് നമുക്ക് അറിയണ്ട പൈസ കണ്ടു ഞാൻ അതിനകത്ത്. ആരായിരിക്കും? ഏൽ തുടങ്ങുന്ന ആരാ? അഞ്ജു, അനാമിക. എത്രയോ പേരുണ്ട്. അനാമിക എന്ന് പറഞ്ഞ ആരുടെ കൂടി അഭിനയിച്ചേ? എനിക്കറിയാം. അനുഷ്ക ഷെട്ടി. മലയാളത്തിലോ? അയച്ചുതരാം. അപ്പോ ബിഹൈൻഡ് വുഡ്സിന്റെ പ്രേക്ഷകർ ഉണ്ണിമുകുന്ദൻ ഇന്ന് വിളിച്ച് 5 രൂപ GPay ചോദിച്ച് ആ മലയാള നടി ആരാണെന്നുള്ളത് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കൃത്യ ഉത്തരം പറയുന്നവർക്ക് അടിപൊളി പരിപാടി. ഞാനൊരു ക്ലൂ തരാം. ആദ്യത്തെ അക്ഷരം A ആണ്. ആദ്യത്തെ അക്ഷരം A ആണ്. ആദ്യത്തെ അക്ഷരം A ആണ്. ഞാൻ പേര് സേവ് ചെയ്ത് വെച്ച് മാറ്റി അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യില്ല? അപ്പൊ അത്രയും നിങ്ങൾ പേര് മാറ്റി സേവ് ചെയ്യാൻ മാത്രം ആരാണ്? അതെനിക്കറിയില്ലല്ലോ ആരാണായിക്കോട്ടെ. എനിക്ക് അപ്പൊ എല്ലാവർക്കും ഏകദേശം ഉറപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആ നായിക ആരാണെങ്കിലും കമന്റ് ചെയ്താൽ അവർക്ക് ഞങ്ങൾ ഈ 5 രൂപ ഇട്ട് കൊടുക്കും. അല്ല, 5 ലക്ഷം ഓഫർ ചെയ്യും. അപ്പൊ വരും ഞാനാണ് കൊടുത്തത്. എനിക്ക് ചില സമയത്ത് ഒരു രാത്രി ഇപ്പൊ ഞാൻ കൂടെ കിടക്കുന്ന ഡോഗ്സിന്റെ കൂടെയാണല്ലോ കിടക്കുന്നത്. അപ്പം രാത്രിയായി റൂമിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ചെറിയ കടിയും പിടിയും ഒക്കെ ഉണ്ടാവും. ഞാൻ അവളെ കടിക്കും, ഞാൻ അവളെ കടിക്കുമ്പോ അവളെ എന്നെ കടിക്കുമ്പോ ഇങ്ങനെയുള്ള ചില ചെറിയ കലാപരിപാടികളുണ്ട്. അപ്പൊ ഇതെനിക്ക് ശീലമായി. അപ്പൊ ഞാൻ ഈ റൂമിൽ കയറിയ ഉടനെ അമ്മയുടെ മോളാരാ ഇങ്ങനെ കാണിക്കും അവളെ നോക്കിയിട്ട്. അപ്പൊ ഇതെനിക്ക് അറിയാതെ ഈ സൗണ്ടില് ഇപ്പൊ ഇങ്ങനെ ഞാൻ മഹിമ, വിപിൻ, പിന്നെ ഫാദർ, അച്ഛനായിരുന്നു. ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് പ്രൊമോഷൻ കഴിഞ്ഞിട്ട് എറണാകുളത്തോട്ട് വരിക. അപ്പൊ ഭയങ്കര സൈലൻസ് ആണ്. അപ്പൊ പെട്ടെന്ന് സൗണ്ട് വന്നേ. അപ്പൊ ഞാൻ മഹിമയോട് പറയാം, ഒരിക്കലും ജപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സൗണ്ട് വന്നപ്പോ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ വിപിൻ നല്ല ഉറക്കത്തില്ല. അപ്പൊ ഞാൻ മഹിമ നോക്കിക്കോ ഈ നല്ല കൂർക്കം വലിയ കേട്ടോ വിപിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക. പിന്നെ സൗണ്ട് വന്നു. അപ്പൊ ഞാൻ ബാക്കിൽ നോക്കിയപ്പോ ഇവിടാണെങ്കിൽ ജപം നടത്തോണ്ടിരിക്കുന്നുണ്ട്. ബാക്കിലൊരാള്. എനിക്കൊരു സംശയം. കുറച്ച് കഴിഞ്ഞ് ഗർ സൗണ്ട് വന്നോണ്ടിരുന്നപ്പോ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇവിടെ നോക്കുമ്പോഴേ ഈ സൗണ്ട് ഇവിടെ ഉണ്ടാക്കുന്നത് വെറുതെ പേടിച്ച്. അപ്പൊ ഞാൻ വിപിനെ എണിപ്പിച്ച് ഞാൻ വിചാരിച്ചേ ഒരാൾക്ക് ജപവും പിന്നെ ഇങ്ങനെ സൗണ്ട് വന്നപ്പോ ഞാൻ വിപിൻ എനിക്ക് വയ്യാണ്ടായി. വിപിൻ ഫ്രണ്ടിൽ വന്നിട്ട് വണ്ടി ഓടിച്ചു. ഞാൻ പേടിച്ചിരിക്ക. ചില ആൾക്കാർ സൈക്കിക്കായിട്ടേ അല്ല അതെന്തിനാ സൗണ്ട് ഉണ്ടാക്കുന്ന? എനിക്ക് അറിഞ്ഞൂടെ. കുറെ എല്ലാരും ഉറക്കം. ഉണ്ണി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാരും നന്നായി ഉറങ്ങും. ഞാൻ ജപിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ കുറെ നേരം ഒന്നും ചെയ്യാതിരിക്കണ്ടേ. അവിടെ ഇങ്ങനെ ഉണ്ണിക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടി ഇത് മുന്തിരിയാണോ വെച്ചായിരുന്നു. അപ്പൊ ഇതിങ്ങനെ കഴിച്ചോ. ഇപ്പൊ ഞാനിങ്ങനെ ജപിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിലിടുന്നുണ്ട്. ഇതറിയാതെ സംഭവിച്ചു പോയതാ. ഉണ്ണി പറയുമ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്യുന്നത് എനിക്കിങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന്.